നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽ കടുക്കുന്നു. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടത്തിൽ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് തഹസിൽദാർ ഓഫീസ് ഉപരോധിച്ചു. തൃക്കരിപ്പൂരിൽ ഉപയോഗിക്കാത്ത കുടിവെള്ളത്തിന് ബില്ല് ലഭിച്ച ഞെട്ടലിൽ ഗൃഹനാഥൻ. കാലിത്തീറ്റയ്ക്കും വൈക്കോലിനും തീവില. ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. ഉൽപ്പന്നങ്ങൾക്കും ആവശ്യമായ വില ലഭിക്കാതായതോടെ ക്ഷീരകർഷകർ രംഗം വിടാനൊരുങ്ങുന്നു. ഒരു അധ്യയന വർഷം കൂടി വിടവാങ്ങുകയാണ്. പരീക്ഷാകാലം കഴിഞ്ഞ് മധ്യവേനൽ അവധിക്കായി സ്കൂൾ അടച്ചു. കാപ്പുങ്ങൽ റെഡ് സ്റ്റാർ ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റും AKG മിനി സ്റ്റേഡിയവും TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ തിരഞ്ഞെടുപ്പിന്റെ ഓർമ്മയിൽ നീലേശ്വരം ദയാങ്ക മണ്ഡലത്തിൽ EMSന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന തൃക്കരിപ്പൂരിലെ TV കോരൻ. വാർത്തകൾ വിശദമായി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് തഹസിൽദാർ ഓഫീസ് ഉപരോധിച്ചു. C. കൃഷ്ണൻ MLA ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ വെള്ളിയാഴ്ച മുതൽ ജലവിതരണം പുനരാരംഭിക്കാമെന്ന ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ SC/ST കോളനിയായ കായപ്പൊയിൽ, പുറവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കഴിഞ്ഞ 4 ദിവസമായി ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട്. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെയും തഹസിൽദാറെയും നിരവധി തവണ ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യഭാമയും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശിന്റെയും നേതൃത്വത്തിലുള്ള സംഘം തളിപ്പറമ്പ് തഹസിൽദാർ R. രാധാകൃഷ്ണനെ ഉപരോധിച്ചത്. തുടർന്ന് C. കൃഷ്ണൻ MLA കളക്ടറുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മുതൽ കുടിവെള്ളം വിതരണം ചെയ്യാമെന്ന ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. 4 ദിവസമായി ഈ കുടിവെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളക്ടറടുത്തേക്കും അതുപോലെ തഹസിൽദാറടുത്തേക്കും മാറി മാറി ആളുകൾ പോവുകയും വിളിക്കുകയും MLA അടക്കം വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ലഭിക്കട്ടെ എന്നില്ലാന്ന്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ലഭിച്ചിട്ട് 4 ദിവസമായി പത്രത്തിലെല്ലാം റിപ്പോർട്ട് വന്നിട്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു 3 SC/ST കുടിവെള്ള ST മേഖലകളിൽ കായപ്പൊയിൽ, അതുപോലെ പുറവട്ടം, പെരുവാമ്പ, മേനോങ്കുന്ന്, അതുപോലെ വെള്ളോറയിൽ, കരിമ്പഞ്ചാൽ, ഈ 4ഓളം കോളനികളിൽ ഇപ്പം രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ KC രാജൻ, ഷൈനി വിജേഷ്, M. ചന്ദ്രിക, NV ഭാർഗവൻ, KP സതീശൻ, KP പത്മാക്ഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാലിത്തീറ്റയ്ക്കും വൈക്കോലിനും തീവില. ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. പാലിനും പാലുൽപ്പന്നങ്ങൾക്കും ആവശ്യമായ വില ലഭിക്കാതായതോടെ ക്ഷീരകർഷകർ രംഗം വിടാനൊരുങ്ങുന്നു. കാലിത്തീറ്റയ്ക്കും വൈക്കോലിനും തീറ്റപ്പുല്ലിനുമെല്ലാം വില കുതിച്ചുയരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ക്ഷീരകർഷകർ. ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 1000 രൂപയോളം എത്തി, പിണ്ണാക്കിന് 40. ക്ഷീരകർഷകരുടെ ക്ഷേമത്തിന് നടപ്പാക്കുന്ന പദ്ധതികളൊന്നും യഥാർത്ഥ കർഷകർക്ക് ലഭിക്കുന്നുമില്ല. പശുവിനെ വാങ്ങാൻ സബ്സിഡി ഉണ്ടെങ്കിലും സബ്സിഡി ലഭിക്കാൻ അന്യസംസ്ഥാനത്തു നിന്നും പശുവിനെ വാങ്ങണം. അന്യസംസ്ഥാനത്തു നിന്നും ഇവിടെ എത്തുമ്പോൾ കൃത്യമായി പാൽ ലഭിക്കുന്നുമില്ല. കർഷകർക്ക് ലഭിക്കുന്ന വില 1 ലിറ്റർ പാലിന് 30 രൂപ മാത്രമാണ്. 1 ലിറ്റർ കുപ്പിവെള്ളത്തിന് വിപണിയിൽ 20 രൂപ ലഭിക്കുമ്പോൾ ചോരനീരാക്കി പണിയെടുത്ത് പശുവിനെ പോറ്റി പാലിന് വിലയുമില്ല. വേനൽ കടുത്തതോടുകൂടി ശുദ്ധജലക്ഷാമവും രൂക്ഷമായി. 2 നേരം കുളിപ്പിച്ചില്ലെങ്കിൽ പാൽ ലഭിക്കുന്നത് കുറയും. ക്ഷീരകർഷകർ ഏറെ ദുരിതത്തിലാണെന്ന വെങ്ങരയിലെ ക്ഷീരകർഷകൻ PV കരുണാകരൻ പറയുന്നു.
പിന്നെ പൈസ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോഴത്തെ ഈ കാരണം വെച്ചാൽ ഇന്നത്തെ പുണ്ണാക്കും കാര്യം ഇതിനും കൊടുത്തിരുന്ന കാര്യം പറ്റാൻ കഴിയില്ല. കാരണം വെച്ചാൽ കാലിത്തീറ്റക്ക് 1030 റുപ്യ, ലിബർട്ടിയിലെ ഇവിടെ നിങ്ങൾ മറ്റേ പിന്നെ ഒരു ചാക്കിന് മുമ്പ് 700 റുപ്യ ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ 950 റുപ്യ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തീറ്റ തന്നെയെന്ന് പറഞ്ഞാൽ കാരണം എല്ലാവരും വില പൊന്തി. ഇപ്പം പാലിന് തീരെ വരില്ല. പുല്ലിനാണെങ്കിൽ വെച്ചാൽ ഇപ്പം നമ്മൾ കറ്റപ്പുല്ല് ഇപ്പം കൊണ്ടുവന്ന 12,000 റുപ്യയുടെ പുല്ലത് ഇപ്പം കൊണ്ടുവന്നത് ഒരാഴ്ച 2 ആഴ്ച എത്തുക. ക്ഷീരകർഷകരെ സഹായിക്കാൻ സർക്കാർ തലത്തിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കിയില്ലെങ്കിൽ വരുന്നാളുകളിൽ പാലിന് പൂർണ്ണമായും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കിട്ടാത്ത കുടിവെള്ളത്തിന് കരം കൊടുക്കേണ്ട ഗതികേടിലാണ് അസുഖത്താൽ കഷ്ടപ്പെടുന്ന തൃക്കരിപ്പൂർ പേക്കടത്തെ അഞ്ചിലത്ത് അബൂബക്കർ. പൈപ്പും കണക്ഷനും തിരിച്ചെടുത്ത് കടക്കണിയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഇദ്ദേഹം അധികാരികളോട് പറയുന്നത്. തൻ്റെ കുടുംബത്തിലേക്ക് അനുവദിച്ച പൈപ്പിൽ കൂടി ഒരിറ്റ് വെള്ളം ലഭിക്കാതായിട്ട് മാസം 5 പിന്നിട്ടിട്ടും കഴിഞ്ഞ മാസത്തെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിച്ചതിൻ്റെ ബില്ല് മുറതെറ്റാതെ വന്നിരിക്കുകയാണ്. സമീപത്തെ സാധുക്കളായ 8ഓളം വീട്ടുകാരുടെ അവസ്ഥയും ഇതുപോലെ കഷ്ടത്തിലാണ്. അപകടത്തിൽപ്പെട്ട് 3ഓളം ഓപ്പറേഷൻ കഴിഞ്ഞ് സാമ്പത്തിക പ്രാരാബ്ധം അനുഭവിക്കുന്ന അബൂബക്കറിന് വാട്ടർ അതോറിറ്റി ഇത്തവണ അയച്ച ബില്ല് 600-ൽ പരം രൂപയുടേതാണ്. കുടിക്കാത്ത വെള്ളത്തിൻ്റെ പേരിൽ വന്ന ബില്ല് നോക്കി അധികൃതരെ പഴി പറയുകയാണ് ഇദ്ദേഹം. നിരന്തരമായി ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുകയും നിവേദനം കൊടുക്കുകയും എല്ലാം ചെയ്ത് അപ്പോൾ അവർ വളരെ ലാഘവത്തോടെ ഞാൻ പറഞ്ഞ സംഗതി കേട്ടിട്ട് വെള്ളം തരാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. അപ്പോൾ ഇന്നാൾ 4 മാസത്തേക്കാണ് ഈ ഒരു റെസീറ്റ് എനിക്ക് തന്നത്. മീറ്റർ ഓടാണ്ട് ശവത്തിന് ബില്ല് കൊടുക്കുന്നത് പോലെയാണ് ഈ റെസീറ്റ് തന്നിട്ട് പോയത്. വെള്ളം തരാണ്ട് ഈ റെസീറ്റ് എന്തിനാണ് എനിക്ക് തന്നിന് എന്ന് അവരോട് ചോദിക്കുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി ചിരിച്ചിട്ട് പുച്ഛിച്ചിട്ട് ഒരു തള്ളുന്നത് പോലെ പറഞ്ഞിട്ടാണ് അവരിവിടെ പോയത്. നമുക്ക് ഈ വെള്ളം കിട്ടാണ്ട് സുഖമില്ലാത്ത ഈ രോഗിയെ എനിക്ക് ഒരു കുടിവെള്ളം പോലും തരാണ്ട് നമ്മൾ ഈ 5 വെള്ളം കുടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. സമീപവാസിയായ നാൽപ്പാടി കരുണാകരനും കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ജില്ലാ കളക്ടറെ നേരിൽ കണ്ടും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയും യാതൊരു കാരുണ്യവും കാണിച്ചില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. എന്നാൽ ഈ ഭാഗങ്ങളിൽ ആഘോഷപരമായ കല്യാണങ്ങൾ നടക്കുമ്പോൾ അധികൃതർ ഇഷ്ടംപോലെ വെള്ളം ഒഴുക്കുന്നുണ്ടെന്നും അന്നന്നത്തെ കുടിവെള്ളത്തിന് വേഴാമ്പലിനെ പോലെ കിഴേണ്ട ഗതികേടിലാണ് തങ്ങളെന്നും ഇവർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാപ്പുങ്ങൽ റെഡ് സ്റ്റാർ ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റും AKG മിനി സ്റ്റേഡിയം ഉദ്ഘാടനവും കാപ്പുങ്ങലിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റും AKG മിനി സ്റ്റേഡിയം ഉദ്ഘാടനവും TV രാജേഷ് MLA നിർവഹിച്ചു. ഈ നിലയിൽ 13.5 കോടി രൂപ സ്പോർട്സ് മേഖലയിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റെഡ് സ്ക്വയർ കാപ്പുങ്ങൽ, ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സ്പോർട്സ് രംഗത്ത് അതുപോലെ കലാസാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാംസ്കാരിക സ്പോർട്സ് സ്ഥാപനമാണ്. ഈ സ്ഥാപനം നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ അതോടൊപ്പം തന്നെ ഫുട്ബോളിൽ ശാസ്ത്രീയമായ പരിശീലനത്തിന് വഴിയൊരുക്കാൻ സൗകര്യപ്രദമായ ഒരു ഗ്രൗണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കാപ്പുങ്ങൽ റെഡ് സ്ക്വയറിന്റെ ആഭിമുഖ്യത്തിൽ വണ്ണാരട്ട ഷിനോജ് സ്മാരക സ്ഥിരം ട്രോഫിക്കും കാവിലെ വളപ്പിൽ മാധവിയമ്മ സ്മാരക എവറോളിംഗ് ട്രോഫിക്കും പ്രൈസ് മണിക്കും വേണ്ടിയുള്ള ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റാണ് കാപ്പുങ്കൽ AKG മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ റെഡ് സ്ക്വയർ കാപ്പുങ്ങൽ സെക്രട്ടറി KV മധുസൂദനൻ, VV ഗോവിന്ദൻ മാസ്റ്റർ, BV ലളിത, E. തമ്പാൻ, KV കൃഷ്ണൻ, KV പ്രസാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ V1 മയിലും രാമന്തളി റബൽസും തമ്മിൽ ഏറ്റുമുട്ടി. ഒരു അധ്യയന വർഷം കൂടി വിടവാങ്ങുകയാണ്. പരീക്ഷാകാലം കഴിഞ്ഞ് മധ്യവേനൽ അവധിക്കായി സ്കൂൾ അടച്ചു. എന്നാൽ അവധിക്കാലത്തും ട്യൂഷനും വിവിധ പരിശീലനങ്ങളും കമ്പ്യൂട്ടർ പഠനവുമെല്ലാം ചിലരെയെങ്കിലും അലോസരപ്പെടുത്തിയേക്കാം. അവധിക്കാലം മുറിയിൽ തളച്ചിടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നഷ്ടമാകുന്നത് കൂട്ടുചേർന്നുള്ള കളികളുടെയും ആഘോഷത്തിന്റെയും മാധുര്യമാണ്. ഒരു അധ്യയന വർഷം കൂടി വിടവാങ്ങി. പരീക്ഷാകാലം കഴിഞ്ഞ് മധ്യവേനൽ അവധിക്കായി സ്കൂളുകൾ അടച്ചു. എന്നാൽ കുട്ടിക്കൂട്ടങ്ങൾ മധ്യവേനൽ അവധിക്ക് കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മാവിൻ കൊമ്പത്ത് ഊഞ്ഞാൽ കെട്ടി കളിച്ചു തിമർക്കുന്ന കാഴ്ച ഇന്നില്ല. ഇന്ന് സ്കൂളുകൾ അടച്ച് തൊട്ടടുത്ത ദിവസം തന്നെ കമ്പ്യൂട്ടർ സെൻ്ററുകളിലും ഡാൻസ് ക്ലാസുകളിലും കുട്ടികളെ തളച്ചിടുകയാണ്. ഇതിനായി കമ്പ്യൂട്ടർ ട്യൂഷൻ സെൻ്ററുകൾ പുതിയ ഓഫറുമായാണ് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും തേടിയെത്തുന്നത്.
കമ്പ്യൂട്ടർ പഠനം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, കലാകായിക പരിപാടികൾ, കൈനിറയ സമ്മാനങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളാണ് സെന്ററുകൾ ഓഫർ നൽകുന്നത്. പക്ഷെ കാര്യങ്ങൾ അത്ര ആഹ്ലാദകരമല്ല. ക്ലാസുകളിൽ നിന്നും ക്ലാസുകളിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ കുട്ടികൾ. അവധിക്കാലം വെക്കേഷൻ ക്ലാസുകളിൽ തുടങ്ങാൻ പോകുന്നതിൻ്റെ ആശങ്കയിലാണ് ചിലരെങ്കിലും. എനിക്ക് വളരെ സങ്കടമുണ്ട് ഈ സ്കൂളിൽ നിന്ന് പോകുന്നതിൽ. ടീച്ചേഴ്സ് എല്ലാം എല്ലാത്തിനും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാത്തിനും ടീച്ചേഴ്സ് നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു. നഗരങ്ങളിൽ മാത്രം സജീവമായിരുന്ന വെക്കേഷൻ ക്ലാസുകളും ഗ്രാമങ്ങളിലും പടർന്നിട്ടുണ്ട്. അതേസമയം അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ നടത്തരുതെന്ന് സർക്കാർ വിദ്യാലയങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവധിക്കാലം കളികളുടെയും വിനോദത്തിൻ്റെയും നാളുകളാണ്. പുതിയ അധ്യയന വർഷത്തേക്ക് കടക്കും മുമ്പ് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അവധിക്കാലം മുതൽക്കൂട്ടാവുന്നു. വിവിധതരം കളികൾ, വിനോദയാത്രകൾ, സൗഹൃദ സന്ദർശനങ്ങൾ തുടങ്ങിയവ വ്യക്തിത്വ വികസനത്തിന് നിർണായകവുമാണ്. അവധിക്കാലം കുട്ടികൾക്ക് അവധിയില്ലാ കാലമായതോടെ നമ്മുടെ ബാല്യങ്ങൾക്ക് നഷ്ടമാകുന്നത് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിനങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇനി പോളിംഗ് 2016. പന്ത്രണ്ടാം വയസ്സിൽ AKGക്ക് ചോറ് വിളമ്പാൻ ഭാഗ്യം സിദ്ധിച്ചതിന്റെ നിർവൃതിയിലാണ് ചെറുപുഴ കണ്ണിക്കുന്നിലെ കോളിയാട്ട് നാരായണൻ എന്ന 70-കാരൻ. 12-ാം വയസ്സിൽ AKGക്ക് ചോറ് വിളമ്പാൻ ഭാഗ്യം സിദ്ധിച്ച നിർവൃതിയിലാണ് ചെറുപുഴ കണ്ണിക്കുന്നിലെ കോളിയാട്ട് നാരായണൻ എന്ന 70-കാരൻ. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കാൻ സ്കൂൾ ജീവിതം ഉപേക്ഷിച്ച് തളിപ്പറമ്പിൽ വക്കീലും കമ്മ്യൂണിസ്റ്റ് നേതാവും പിന്നീട് MLAയുമായ KP രാഘവ പൊതുവാളുടെ വീട്ടുജോലിക്കായി പോയതായിരുന്നു നാരായണൻ. കേവലം 10 രൂപ കൂലി ലഭിക്കുന്ന ജോലിയായിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു അവസരം തനിക്കുണ്ടായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും ഭാഗ്യവുമായി ഇദ്ദേഹം കരുതുന്നു. വക്കീലിന്റെ ഓഫീസിൽ ചായ എത്തിക്കാനും വീട്ടുജോലികളിൽ സഹായിക്കാനുമാണത്രേ നാരായണനെ നിയോഗിച്ചത്. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന തന്റെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും വയറു നിറച്ച് ഭക്ഷണം ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെയും കൂലി കൊണ്ട് വീട്ടിൽ അടുപ്പ് പുകയിക്കാമെന്നുമുള്ള കണക്കുകൂട്ടലുമാണ് ഇയാളെ തളിപ്പറമ്പിൽ എത്തിച്ചത്. തളിപ്പറമ്പിൽ CPMന്റെ ഏത് പരിപാടി നടന്നാലും നേതാക്കന്മാർക്കുള്ള ഭക്ഷണം വക്കീലിന്റെ വീട്ടിൽ നിന്നും ആയിരുന്നു അത്രേ. ഇങ്ങനെ തളിപ്പറമ്പിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാനെത്തിയ AKG ഉച്ചഭക്ഷണത്തിനായി എത്തിയത് ഇവിടെ. അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിയത് വക്കീലിന്റെ ഭാര്യയും നാരായണനും ആയിരുന്നു. പടുദാരിദ്ര്യത്തിനിടയിലും തനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യം തന്റെ ജന്മസാഫല്യമായിട്ടാണ് ഇന്നും നാരായണൻ കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഇലക്ഷൻ ഓർമ്മകൾ. 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ EMSന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന തൃക്കരിപ്പൂരിലെ TV കോരൻ. 91-ാം വയസ്സിലും തന്റെ ജീവിതോപാധിയായ ആധാരമെഴുത്തിൽ സജീവമാണ് കോരൻ. താൻ ജയിച്ചിരുന്നെങ്കിൽ EMS മന്ത്രിസഭ ഉണ്ടാകുമായിരുന്നോ? അത്തരത്തിൽ നോക്കിയാൽ ചരിത്രത്തിൽ തനിക്കും ഒരു പങ്കുണ്ടെന്ന് പറയാതെ പറയുകയാണ് ഇദ്ദേഹം. പയ്യന്നൂർ, തളിപ്പറമ്പിന്റെ കിഴക്കൻ മേഖല എന്നീ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന നീലേശ്വരം ദ്വയാംഗ മണ്ഡലമായിരുന്നു അന്ന്. പൊതുവിഭാഗത്തിൽ നിന്ന് ഒരാളെയും പട്ടിക വിഭാഗത്തിൽ നിന്ന് ഒരാളെയുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജയിച്ചാൽ മുഖ്യമന്ത്രിയാക്കുക എന്ന ലക്ഷ്യത്തോടെ EMSനെ നീലേശ്വരത്ത് മത്സരിപ്പിക്കുകയായിരുന്നു അത്രേ പാർട്ടി. കോൺഗ്രസിന് TS തിരുമുമ്പിന്റെ സഹോദരനായിരുന്ന ഉണ്ണികൃഷ്ണൻ തിരുമുമ്പും PSP മുസ്ലിം ലീഗുമായി ചേർന്ന് 3ാം മുന്നണി സ്ഥാനാർത്ഥിയായി പാർട്ടി മണ്ഡലം സെക്രട്ടറി TV കോരനുമായിരുന്നു മത്സരരംഗത്ത് EMSനെതിരെ. കെട്ടിവെക്കാനുള്ള 250 രൂപ KN ബാലകൃഷ്ണൻ നൽകിയത്രേ. സംവരണ സീറ്റിലേക്ക് MV മാധവനും CPIക്ക് വേണ്ടി കല്ലടൻ വൈദ്യരും കോൺഗ്രസിനു വേണ്ടി പാപ്പനശ്ശേരിയിലെ കൊയോൺ അച്ചുവും പത്രിക നൽകി. ഇതിൽ PSP സ്ഥാനാർത്ഥിയായ മാധവന്റെ പത്രിക തള്ളിപ്പോയതായും 2 സീറ്റിലേക്കായി 3 മുന്നണികൾക്കും കൂടി 5 സ്ഥാനാർത്ഥികളായിരുന്നുവെന്നും കോരൻ ഓർക്കുന്നു.
അതോടെ പുതിയൊരാശയം ഉടലെടുത്തുവത്രേ. കോൺഗ്രസിന്റെ പൊതുവിഭാഗം സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ തിരുമുമ്പ് പിൻവാങ്ങുക, പൊതുവിഭാഗത്തിൽ PSP സ്ഥാനാർത്ഥിയായ TV കോയറിന് കോൺഗ്രസ് വോട്ട് ചെയ്യുക, പകരം സംവരണ വിഭാഗത്തിൽ PSPയും ലീഗും കോൺഗ്രസിന്റെ കൊയോനച്ചുവിന് വോട്ട് ചെയ്യുക. ഓരോ വോട്ടും കുഞ്ഞിക്കോയറിന് നമ്മുടെ വെട്ടി കുടിൽപ്പെട്ടി എന്നതായിരുന്നു മുദ്രാവാക്യം. കുടിലായിരുന്നു ചിഹ്നം. 13,000 വോട്ടെങ്കിലും കിട്ടും, കെട്ടിവെച്ച തുക തിരികെ കിട്ടും, ഇതായിരുന്നു കണക്കുകൂട്ടൽ. വോട്ടെണ്ണിയപ്പോൾ ശരിക്കും ഞെട്ടി. കോയറിന് 24,200 പരം വോട്ട്, കോൺഗ്രസിന് 21,000ഉം EMSന് 38,000 വോട്ടുമായിരുന്നു ലഭിച്ചത്. കെട്ടിവെച്ച കാശ് തിരികെ കിട്ടിയതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നല്ല ലാഭമായിരുന്നു. പ്രചരണ ചെലവ് മൊത്തം 145 രൂപയേ ആയുള്ളൂ. കോൺഗ്രസും PSPയും ലീഗും ധാരണയുണ്ടായിരുന്നെങ്കിൽ ഒന്നാം EMS മന്ത്രിസഭ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ചരിത്രം മറ്റൊന്നായനെ, കോരൻ പറയുന്നു. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളൊന്നും പൈസ ചിലവുണ്ട്, അതൊക്കെ പാർട്ടി എന്തെങ്കിലും പൈസ ഉണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ പൈസ കെട്ടിവെക്കാൻ ഉള്ള ഞങ്ങൾ ശേഖരിച്ചന്ന് 250 രൂപയാണ് കെട്ടിവെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ശേഖരിച്ച് ആ പൈസ കെട്ടിവെക്കാൻ ഏർപ്പാടാക്കി. അതിന് 50 രൂപ ഞാൻ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ പയ്യന്നൂരിലുള്ള പാർട്ടി നേതാക്കന്മാരായ ആളുകളുണ്ട്. കെ.പി. കുഞ്ഞാപ്പാളും കെ. കുഞ്ഞികൃഷ്ണപ്രസാദും അതുപോലെ തന്നെ കെ. നാരായണപ്രസാദ്, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ പയ്യന്നൂരുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിട്ട്, കാരണം എൻ്റെ പ്രവർത്തന മണ്ഡലം അന്ന് തൃക്കരിപ്പൂർ നിരീശ്വരൻ നിയോജക മണ്ഡലത്തിൽ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ തൃക്കരിപ്പൂർ ഉൾപ്പെടെ തൃക്കരിപ്പൂർ മണ്ഡലം ഒന്നുമില്ല. അപ്പോൾ പയ്യന്നൂരും നിരീശ്വരും 2 നിയോജക മണ്ഡലം കൂടിയതാണ് ദ്വയാംഗ മണ്ഡലമായിട്ടായിരുന്നു. അപ്പോൾ 126 അംഗസഭയിൽ 60 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും, 43 സീറ്റ് കോൺഗ്രസിനും, 9 സീറ്റ് PSPക്കും, 8 സീറ്റ് ലീഗിനും, 6 സീറ്റ് സ്വതന്ത്രർക്കുമായിരുന്നു. ഹരിജനോദ്ധാരണമടക്കമുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം 18-ാം വയസ്സിൽ തുടങ്ങിയ ആധാരമെടുത്ത് മുടക്കമില്ലാതെ ഇന്നും തുടരുകയാണ് ഇദ്ദേഹം. 1980-ൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും കോരൻ മത്സരിച്ചു. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ്, കണ്ണൂർ DCC അംഗം തുടങ്ങിയ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. നിലവിൽ കാസർഗോഡ് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ പെരുമ്പ ജംഗ്ഷന് സമീപമുള്ള പൊതുകിണർ സംരക്ഷണമില്ലാതെ നാശത്തിന്റെ വക്കിൽ. കത്തുന്ന വേനലിലും പെരുമ്പിയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്ന ഈ ജലസ്രോതസ് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേനൽ ശക്തമായതോടെ നാടെങ്ങും കുടിവെള്ളക്ഷാമം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. എന്നാൽ പതിറ്റാണ്ടുകളായി പെരുമ്പയിലുള്ളവർക്ക് ശുദ്ധജലം ലഭിക്കുന്ന പൊതുകിണർ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. പെരുമ്പ ടെമ്പോ സ്റ്റാൻഡിന് മുന്നിലുള്ള ഈ പൊതുകിണറിൽ നിന്നാണ് ഹോട്ടലുകളിലേക്കും വീടുകളിലേക്കും ജനങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നത്. കാലപ്പഴക്കം കൊണ്ട് കിണറിൻ്റെ അൾമറയുടെ ചുമരുകൾ വിള്ളൽ വീണ് തകർച്ചയും നേരിടുകയാണ്. ഉൾഭാഗങ്ങൾ കാട് കയറിയിട്ടുമുണ്ട്. വർഷങ്ങളായി സമീപത്തെ കച്ചവടക്കാരും ടെമ്പോ ഡ്രൈവർമാരുമാണ് ഈ പൊതുകിണർ വൃത്തിയാക്കി സംരക്ഷിച്ചു വരുന്നത്. വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു കിണർ ഇപ്പം സംരക്ഷിക്കാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കുറച്ച് ആൾക്കാർ കൂട്ടായിട്ട് ഒരു പരിശ്രമത്തിലൂടെ ഇതിപ്പോൾ ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ല രീതിയിൽ ആക്കുവാൻ വേണ്ടി ഇതിൻ്റെ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് നമുക്കിപ്പോൾ പറയാനില്ല. വെള്ളം എടുക്കുന്നത് എല്ലാവരും ഇന്ന് വെള്ളം ഒരുപാട് കടക്കാറും അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികൾ അവരെല്ലാവരും ഇന്ന് വെള്ളമെടുത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോയത്. നഗരസഭ തന്നെ മുൻകൈയെടുത്ത് സംരക്ഷിക്കാൻ തയ്യാറാവണമെന്നാണ് ഇവർ പറയുന്നത്. കനത്ത ചൂടിലും കുടിവെള്ളക്ഷാമം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന കാലത്ത് ഉറവ് പറ്റാത്ത ഇത്തരം ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ ഭരണകേന്ദ്രങ്ങൾ തന്നെ തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആലക്കാട് നാരായണൻ നായർ സ്മാരക UP സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ചലച്ചിത്ര സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്തു. ഒരു ആദിവാസികൾക്കിടയിലെ ഒരു വലിയ സമര നേതാവായിട്ടുള്ള CK ജാനു കേട്ടുകണ്ടുവരിക. CK ജാനു ഒക്കെ മാനന്തവാടി ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്.
പിന്നെ നാട്ടുഗദ്ദിക എന്നൊക്കെ പറഞ്ഞു കേൾക്കുകയാണ്. അതൊരു കലാരൂപമാണ്. അത് അടിയാള വിഭാഗത്തിന്റെ ഒരു കലാരൂപമാണ്. ആലക്കാട് നാരായണൻ നായർ സ്മാരക UP സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. PTA പ്രസിഡന്റ് PV സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. സപ്ലിമെന്റ് പ്രകാശനവും ജില്ലാ ഉപജില്ലാതലത്തിൽ വിവിധ മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പയ്യന്നൂർ AEO VM രാജീവൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CV ശോഭന, P രമേശൻ, KV സുരേഷ് ബാബു, സ്കൂൾ മാനേജർ K ഹരീന്ദ്രൻ നമ്പ്യാർ, KP കണ്ണൻ, BG രത്നാകരൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു. പ്രധാനാധ്യാപിക P ഗീത ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി AV ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്തനൃത്യങ്ങളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ മെട്ടമൽ വഴി പ്രശ്നം തെങ്ങുമുറിച്ചു മാറ്റിയത് ഉഭയസമ്മത പ്രകാരം വാർഡ് മെമ്പറുടെ നിർദ്ദേശത്തോടെയെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അതിന്റെ അടുത്ത് അവരെ 2 ചെറിയ തൈയുണ്ട്. അതുകൊണ്ട് അവരെ സമ്മതം ചോദിക്കേണ്ട വിചാരിച്ചിട്ട് അവരോട് സമ്മതം എടുക്കണമല്ലോ. സമ്മതം പോയിട്ട് താഴ്വാനോട് സോളാനോട് ജാസ്മിനോടല്ല ചോദിച്ചാൽ സോള തെങ്ങ് മുറിക്കൽ ഞങ്ങൾക്ക് സമ്മതം ഇല്ലല്ല. നേരെ പറഞ്ഞാൽ ആ സമ്മതം തന്നെ മുറിച്ചോ. എന്തായാലും ഇങ്ങനത്തെ ഒരു വഴി എല്ലായിടത്തും വേണം, അതുണ്ടല്ല. പിന്നെ നമുക്ക് അനി ആരെങ്കിലും നോണ വീട്ടിൽ നിങ്ങൾ വയ്യ ആള് മാറാൻ പാടില്ല, ഇല്ല മാറൂല. നമുക്ക് സമ്മതം തന്നെ തെങ്ങ് മുറിക്കുന്നതെന്ന് പറഞ്ഞു. അതന്നെ 30 വർഷമായി നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പുതുവഴിയിലാണ് തർക്കമുടലെടുത്തത്. മഴക്കാലത്ത് വെള്ളം കയറി കാൽനട യാത്ര പോലും ദുരിതത്തിലാകുന്ന ഈ പുതുവഴിക്ക് ഒരു പരിഹാരമാകുവാൻ വേണ്ടിയാണ് വാർഡ് മെമ്പർ സത്താർ എന്നിവരോട് ചോദിച്ച് വഴിക്കുള്ള തെങ്ങ് പണിക്കാരെ വെച്ച് മുറിച്ചു മാറ്റിയത്. കഴിഞ്ഞ 5 കൊല്ലം വാർഡ് മെമ്പറായിരുന്ന ജാസ്മിൻ ഈ വഴിക്ക് എതിര് നിൽക്കുന്നത് തന്നെ വിരോധാഭാസമാണ്, മറ്റ് വ്യക്തിവിരോധമാണ് ഇതിന് കാരണം. വനിതാ ലീഗ് പ്രവർത്തകരായ ഞങ്ങൾ ജാസ്മിനെ വാർഡ് മെമ്പറാക്കിയത് തന്നെ ഈ വഴിക്ക് ശാശ്വത പരിഹാരമാക്കാനാണ്. എന്നാൽ വഴി തടസ്സപ്പെടുത്തും വിധം വീട് നിർമ്മിച്ച് പ്രശ്നം കൂടുതലാക്കുകയാണ് ചെയ്തത്. മഴയ്ക്ക് മുൻപേ വഴി യാത്രായോഗ്യമാക്കുന്നതിനാണ് ഇപ്പോഴത്തെ വാർഡ് മെമ്പർ സത്താറിനോട് ചോദിച്ച് തെങ്ങ് മുറിക്കാൻ തയ്യാറായത്. തദവസരത്തിൽ ജാസ്മിൻ വഴക്കു പറയുകയും ജാസ്മിൻ്റെ ഭർത്താവ് അസീസ് തെങ്ങ് മുറിക്കാൻ ചെന്ന APG ബുഷ്രയെ മാനഹാനി വരുത്തും വിധം ആക്രമിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. ജാസ്മിനെ ആക്രമിച്ചുവെന്ന് ആരോപിച്ച് ജാമ്യമില്ലാ കേസ് കൊടുത്തത് തികച്ചും തെറ്റാണെന്നും ഇപ്പോൾ വനിതാ ലീഗ് പ്രവർത്തകരായ തങ്ങളെ മാറി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പുതിയ സംഭവവികാസങ്ങളെന്ന് M ആയിഷ, APT ബുഷ്ര, M സെറീന, APT നബീസത്ത് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണോം LP സ്കൂൾ 80ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. കണ്ണോം വാദ്യസംഘത്തിന്റെ ചെണ്ടമേളത്തോടെ നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. കണ്ണോം പ്രദേശത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഘോഷയാത്രയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രദേശത്തെ കലാസാംസ്കാരിക രംഗത്തെ യുവജന സംഘടനകളും പങ്കാളികളായി. കോട്ടക്കയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇന്ത്യൻ ആർമിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി UP സ്കൂൾ വിദ്യാർത്ഥികൾക്കു നൽകിയ ബാൻഡ് പരിശീലനം പൂർത്തിയായി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂളിലെ 5ാം തരം മുതൽ 7ാം തരം വരെയുള്ള 22 വിദ്യാർത്ഥികളാണ് പഠിച്ചിറങ്ങിയത്. ഇന്ത്യൻ ആർമിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകിയ ബാൻഡ് പരിശീലനം പൂർത്തിയായി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂളിലെ 5ാം തരം മുതൽ 7ാം തരം വരെ പഠിക്കുന്ന 22 വിദ്യാർത്ഥികളാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാൻഡ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ പയ്യന്നൂർ തായ്നരി സ്വദേശി KV ജയറാമിന്റെ ശിക്ഷണത്തിൽ ബാച്ച് പുറത്തിറങ്ങിയത്. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും ബാൻഡ് പരിശീലിക്കാനെത്താറുള്ള മധ്യപ്രദേശിലെ പച്ചിമടി കരിയപ്പ മ്യൂസിക് വിങ്ങിൽ നിന്നും ബാൻഡ് മേളത്തിന്റെ ശാസ്ത്രീയ പാഠം സ്വായത്തമാക്കിയ KV ജയറാമിന്റെ ശിക്ഷണത്തിൽ പുറത്തിറങ്ങുന്ന 101ാം ബാൻഡാണ് സെന്റ് പോൾസ് സ്കൂളിലേത്. 3 മാസം കൊണ്ടാണ് 10 വയസ്സിന് മുകളിലുള്ള വ്യത്യസ്ത ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് ചേർത്ത് ബാൻഡ് പഠിപ്പിച്ചത്. മാർച്ചിംഗ് ബാൻഡ് വിഭാഗത്തിൽപ്പെടുന്ന വ്യൂഗൾ ബാൻഡാണ് ഇവിടെ പരിശീലിപ്പിച്ചത്. വെള്ളൂർ ആലിൻകീഴിലെ KV അമ്പുവാണ് കുട്ടികളുടെ വസ്ത്രങ്ങൾ ഒരുക്കിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്,
ബാൻഡ് മെയ്സ് നായികയായ അപ്പാട്ടിലത്ത് അഫ്രയ്ക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ബാൻഡ് 4 തരത്തിലുള്ളത്: ബ്യൂഗിൾ ബാൻഡ്, പൈപ്പ് ബാൻഡ്, ബ്രാസ് ബാൻഡ്, ജാസ് ബാൻഡ്. ഇതിൽ ജാസ് ബാൻഡ് സ്റ്റേജിൽ പ്ലേ ചെയ്യുന്നതാണ്. മറ്റ് 3 ബാൻഡുകളും മാർച്ചിങ് ബാൻഡാണ്. ഇതിൽ ബിഗിനേഴ്സിന് ഉപയോഗിക്കുന്നത് ബ്യൂഗിൾ ബാൻഡാണ്. ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് ബ്യൂഗിൾ ബാൻഡിനാണ്. ഇത് 3 മാസത്തെ ട്രെയിനിങ് കൊണ്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. PTA പ്രസിഡന്റ് P. മിറോഷ് രാജ് അധ്യക്ഷനായിരുന്നു. ഫാദർ ഗ്രേഷ്യൻ ലോബോ, സ്കൂൾ മുഖ്യാധ്യാപിക സിസ്റ്റർ ഷെറിൻ മാത്യു, അഷറഫ് നങ്ങാരത്ത്, NW ഷേർലി, പരിശീലകൻ KV ജയറാം, P. ദേവസി എന്നിവർ പ്രസംഗിച്ചു. AKG സ്മാരക എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള എവർമറി ഫുട്ബോളിന് തുടക്കമായി. മാർച്ച് 30 മുതൽ ഏപ്രിൽ 10 വരെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ടൂർണമെന്റ് C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വടച്ചേരി ഊര്യത്തടം ശ്രീകൃഷ്ണൻ മതിലകം ക്ഷേത്രം ശ്രീകോവിലിന് ചുറ്റുമുള്ള തിരുമുറ്റം കരിങ്കൽപ്പടുതി സമർപ്പിക്കുന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. വടശ്ശേരി ഊറ്റിത്തടം ശ്രീകൃഷ്ണൻ മതിലകം ക്ഷേത്രം ശ്രീകോവിലിന് ചുറ്റുമുള്ള തിരുമുറ്റം കരിങ്കൽപ്പടുതി സമർപ്പിക്കുന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ ആദ്യം വരുന്നത് ഇവിടുത്തെ ഒരു ഫണ്ട് ഗോപുരത്തിൻ്റെ ഞാൻ തോന്നുന്നു ഫണ്ട് ഏറ്റുവാങ്ങുന്നത് ചടങ്ങ്. ഗോപുരത്തിൻ്റെ അതിൻ്റെ സമർപ്പണ ദിവസം വരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചിറ്റമ്പലത്തിൻ്റെ കല്ല്. നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് നീലേശ്വരം അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. തമ്പാൻ TV അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, സാവിത്രി അന്തർജനം, രാജേഷ് TK, EI നാരായണൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, M. ശങ്കരനാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാർച്ച് 31 മുതൽ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കും. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂൾ 132ാം വാർഷികാഘോഷ പരിപാടികൾ ഡോക്ടർ RC കരിപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂളിന്റെ 132ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. സബ് ജില്ല, ജില്ലാ, സംസ്ഥാന തലത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും മികച്ച കായിക താരങ്ങൾക്കുള്ള KV മോഹനൻ മാസ്റ്റർ സ്മാരക എൻഡോമെന്റും ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വൈദ്യുതി ഉപയോഗം ഏറ്റവും കുറവ് നടത്തിയ വീട്ടുടമസ്ഥനുള്ള സമ്മാനദാനവും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഡോക്ടർ RC കരിപ്പത്ത് നിർവഹിച്ചു. അതേപോലെ തന്നെ മുണ്ടുടുക്കില്ലേ നമ്മള് മുണ്ട് മുട്ടിന് മേലെയാണ് ഉടുക്കുന്നതെങ്കിൽ താണജാതി, മുട്ടിന് താഴെ വന്നാലോ ബുദ്ധിജാതി. അങ്ങനെയുള്ള കാലത്ത് അക്ഷരം പഠിക്കാനുള്ള അവകാശം സവർണർക്കായിരുന്നു. അങ്ങനെ പറഞ്ഞ മക്കൾ മനസ്സിലാവുമോ? നായര്, നമ്പൂരി, പൊതുവാൾ തുടങ്ങിയ സവർണർ, ബാക്കിയുള്ളവരെ അക്ഷരം പഠിക്കരുത്. കരിവള്ളൂർ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂരജ് TP സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് PC ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. OT ഖദീജ, VP ശരദ, PR പൊന്നമ്മ, K വിജയൻ മാസ്റ്റർ, A ഗംഗാധരൻ, AV ലൈജു, പ്രവീൺ K തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ നാടകവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഫാദർ സുക്കോൾ പബ്ലിക് സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉഷ ഉദ്ഘാടനം ചെയ്തു. പ്രോത്സാഹിപ്പിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാൾക്ക് പറയുന്നതല്ല, എന്റെ പഞ്ചായത്തിലെ ഒരു സരസ്വതി ക്ഷേത്രം ഒരിക്കലും നശിക്കാനാണ് ഒരിക്കലും ആഗ്രഹിക്കില്ല. എങ്കിൽ കൂടി മറ്റൊരുത്തോളം ഉയർത്താൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് സാധിക്കാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ 1-2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവർക്ക് അവരെ കുട്ടികളെ എത്രത്തോളം നല്ല നിലയിൽ പഠിപ്പിക്കാമെന്നുള്ള ചിന്തയാണായിരുന്നു. ഡോക്ടർ ജോസഫ് മാർ തോമസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വാർഷിക റിപ്പോർട്ട് അവതരണം സ്കൂൾ പ്രിൻസിപ്പൽ TK പ്രകാശും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം PTA പ്രസിഡന്റ് ജയകൃഷ്ണൻ V. നിർവഹിച്ചു. ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് അംഗം PV കാഞ്ചന മുഖ്യാതിഥിയായിരുന്നു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ദേവിക മോഹനൻ,
മാസ്റ്റർ സുദേവ് നാരായണൻ, പി തുളസി, റിനി മടപ്പള്ളി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നവീകരിച്ച പെരുമ്പ ശാഖ ബാങ്ക് പ്രസിഡന്റ് ഇ പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷനായി. പി വി കുഞ്ഞപ്പൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. റിട്ടയർഡ് അധ്യാപകനും KSTS സംസ്ഥാന കമ്മിറ്റി മുൻ അംഗവുമായ വെള്ളൂരിലെ PT കരുണാകരൻ നമ്പ്യാർ നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. സ്വർണ്ണവില വർദ്ധിക്കുന്നത് മാന്യന്മാരെയും കള്ളന്മാരാക്കുന്നുവോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. സ്വർണത്തിന് വില കൂടിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ മാന്യന്മാരാണെന്ന് കരുതുന്നവർ വളരെ നല്ല കള്ളന്മാരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബൈക്കും ഒരു ഹെൽമെറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഒരു വസ്ത്രം മാറിക്കഴിഞ്ഞാൽ അവൻ പടുകള്ളനാവും. ആളെ മനസ്സിലാവുന്ന രീതിയിലല്ല അവൻ്റെ സഞ്ചാരം. ഏത് കല്ലിലും മുള്ളിലും എല്ലാ സ്ഥലത്തും ഈ കള്ളന്മാർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ തനിച്ച് ആഭരണങ്ങൾ അണിഞ്ഞു പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന്. രണ്ടാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴേക്ക് ഏതെങ്കിലും ഒരാൾ കൂട്ടുവരുന്നവരെ കാത്തിരുന്നിട്ടങ്ങ് പോകണം, വിശ്വസ്തമായ ഒരാൾ. ജീവിതത്തിൻ്റെ ഒരു ആർഭാടം, അനാവശ്യമായ ആർഭാടമാണ് യുവാക്കളെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പിടിച്ചുപറിയിലേക്കും തെറ്റായ ഒരു ശീലത്തിലേക്കും എല്ലാം മാറ്റുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്വർണ്ണത്തിൻ്റെ വില കൂടിയതുകൊണ്ട് കൂടിയതും ഒരു കാരണമാവാം. സ്വർണ്ണത്തിൻ്റെ വില കൂടിയതുകൊണ്ട് മാത്രമാണെങ്കിൽ അതിൽ മാത്രം കേന്ദ്രീകരിക്കുമായിരുന്നു. അല്ലാണ്ട് ഇപ്പം വാഹനം മോഷണം, ഒരു ബൈക്ക് കിട്ടിയാലും കുട്ടികൾ മോഷ്ടിക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പോലും 10-16 വയസ്സായ കുട്ടികൾ അവർക്ക് എന്താണ് ഏറ്റവും എളുപ്പത്തിൽ മോഷ്ടിച്ച് സ്വന്തമാക്കാൻ കഴിയുന്നത്, അങ്ങനെ പൈസ ആക്കാൻ കഴിയുന്നത് ഒരു നേരത്തെ ഒരു സുഖത്തിന് വേണ്ടിയായിരിക്കും അവർ ഇങ്ങനെയുള്ള പൈസ സമ്പാദിക്കാനുള്ള ദുഷ്ചെയ്തികളിൽ ഏർപ്പെടുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉള്ള ഒരു എത്രയും പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു എളുപ്പ വഴിയായി സ്നാച്ചിങ്, സ്വർണം പിടിച്ചു പറിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുകയാണ്. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെടുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ ഈ തെറ്റായ വഴിക്ക് അവർക്ക് പെട്ടെന്ന് പണം കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് സ്വർണം പിടിച്ചു പറിക്കാനുള്ളതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് വല്ലാത്ത രീതിയിൽ അവരുടെ ഇഷ്ടങ്ങൾ വല്ലാത്ത രീതിയിൽ സംരക്ഷിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളുടെ ഒരു തെറ്റായ പ്രവണതയിലേക്കാണ് ഇത്തരം തെറ്റുകളിലേക്ക് കുട്ടികളെയും യുവാക്കളെയും കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഈ ആർത്തി മനുഷ്യന്മാരുടെ സ്വർണ്ണത്തോടും പണത്തോടുള്ള ആർത്തി അത് ഇതിനൊക്കെ കാരണമായി മാറും. വിലവർദ്ധന മാത്രമേ തോന്നില്ല. വില കൂടിയും കുറഞ്ഞും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വില കൂടിയത് കൊണ്ട് പിടിച്ചു നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സ്വർണത്തിന് അധ്വാനിക്കുന്നതിലെ ജനങ്ങൾക്കില്ല ഒരു ഇത് അധ്വാനം കുറക്കാൻ വേണ്ടി മാത്രമാണ് പിടിച്ചു കുറച്ച് പൈസ സമ്പാദിക്കാൻ്റെ ഒരു വ്യാമോഹം. എങ്ങനെയെല്ലാം പൈസ ഉണ്ടാക്കാൻ കഴിയും ആ രീതിയിലാണ് ഇപ്പോൾ പിടിച്ചു പറയെല്ലാം നടക്കുന്നത്. കാര്യങ്ങൾ വളരെ ശരിയാണ്. ഇന്നത്തെ ഈ ചെറുപ്പക്കാരികളിലുമുള്ള ഈ ആഭരണ ഭ്രമം കൊണ്ടാണ് ഈ തട്ടിപ്പറിയും പിടിച്ചുപറിയും കുരുമുളക് പാറ്റി പിടിച്ചു പറിച്ചു കൊണ്ടുവരും എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ആഭരണങ്ങൾ മാത്രം അണിഞ്ഞാൽ ഈ പിടിച്ചുപറിയിൽ നിന്ന് ഒരു പരിധിവരെ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പറ്റുന്നത്ര ഈ വില കൂടുതലുള്ള സാധനമൊന്നും വാങ്ങിയിട്ട് ആൾ കൂടുതൽ ഉപയോഗിക്കരുത്. പിന്നെ പറ്റുന്നത്ര ഒരു ചെറിയ സാധനം മാത്രം ഉപയോഗിക്കുക. ഇത് ഒരു ആഡംബരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, പൊങ്ങച്ചത്തിന്. ഇതിനെക്കൊണ്ടൊരു കാര്യമൊന്നുമില്ല. ഈ ധരിച്ചുകൊണ്ട് പല ആപത്തും വരാനേ വഴിയില്ലൂ. ഇല്ല പൈസ ബാങ്കിലോ എവിടെയെങ്കിലും ഇട്ട് ഫിക്സ് ചെയ്യുക, അതാണ് നല്ലത്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽ കടുക്കുന്നു. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടത്തിൽ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് തഹസീൽദാർ ഓഫീസ് ഉപരോധിച്ചു. തൃക്കരിപ്പൂരിൽ ഉപയോഗിക്കാത്ത കുടിവെള്ളത്തിന് ബില്ല് ലഭിച്ച ഞെട്ടലിൽ ഗൃഹനാഥൻ. കാലിത്തീറ്റയ്ക്കും വൈക്കോലിനും തീവില. ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. ഉൽപ്പന്നങ്ങൾക്കും ആവശ്യമായ വില ലഭിക്കാതായതോടെ ക്ഷീരകർഷകർ രംഗം വിടാനൊരുങ്ങുന്നു. ഒരു അധ്യയന വർഷം കൂടി വിടവാങ്ങുകയാണ്. പരീക്ഷാകാലം കഴിഞ്ഞ് മധ്യവേനൽ അവധിക്കായി സ്കൂൾ അടച്ചു. കാപ്പങ്ങൽ റെഡ് സ്റ്റാർ ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റും AKG മിനി സ്റ്റേഡിയവും TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ തിരഞ്ഞെടുപ്പിന്റെ ഓർമ്മയിൽ നീലേശ്വരം ദയാങ്ക മണ്ഡലത്തിൽ EMSന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന തൃക്കരിപ്പൂരിലെ TV കോരൻ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.